എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഡെസേർട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. വെർമിസെല്ലി ഫ്രൂട്ട് കസ്റ്റാർഡ്. ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തുക. കൂടെയുള്ള ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു അര കപ്പ് സേമിയ ഒന്ന് വറുത്തെടുക്കണം. നല്ല നേരിയ സേമിയ ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇതത്ര നേരിയതല്ല, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇത് വറുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് മധുരമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് തോന്നി. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം, നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. അതിനുശേഷം കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 3 ടേബിൾ സ്പൂൺ കേട്ടോ. 1 ലിറ്റർ പാലിൽ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് തണുത്ത പാലിൽ ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ പാല് ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കസ്റ്റാർഡ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കേണ്ടി വരും. ഇതൊന്ന് തിക്കായി കിട്ടണം. ഈ ഒരു കസ്റ്റാർഡ് ഒഴിക്കുമ്പോൾ തന്നെ അത് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ നല്ലപോലെ ഒരു കുറച്ചൊന്ന് തിക്കായി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഒന്നൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ വെച്ച് തണുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിൽ സീഡ്സ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫ്രൂട്ട്സാണ്. ഏതൊക്കെ ഫ്രൂട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക. ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഈത്തപ്പഴം, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ വെച്ചാൽ എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഗ്ലാസ് സെറ്റ് ചെയ്യാം. ഒരു പണിയില്ല. ലാസ്റ്റ് താഴെയായിട്ട് നമ്മൾ കുറച്ച് ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇടകലർത്തി ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് കസ്റ്റാർഡ് ഒഴിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും കൂടെ കസ്റ്റാർഡിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചാലും മതി. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. എങ്ങനെയായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭംഗിയാണ് കാണാൻ, അത്രമാത്രം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്ലാസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് എടുക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട് കസ്റ്റാർഡിൽ നിന്നും കുറച്ച് വ്യത്യാസത്തോടു കൂടി സേമിയ കൂടെ ചേർത്ത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറക്കരുത്. താങ്ക് യു.